ചെങ്കൽ ക്വാറി ഉടമകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ജൂലൈ 22-ന് ക്വാറികൾ അടച്ചിട്ട് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്താൻ ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജില്ലാ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. ഈ രണ്ട് സംഭവം കൂടെ വരുമ്പോഴത്തേക്ക് ഈ സാധനം ഉത്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷവും അതോടൊപ്പം ഇല്ലീഗലായിട്ട് ഖനനം ചെയ്താൽ ഇല്ലീഗലായിട്ട് ഖനനം ചെയ്താൽ നിലവിലുണ്ടാവുന്ന ഈ പറഞ്ഞ റോയൽറ്റീന്റെ 5 ഇരട്ടി ഫൈൻ. 5 ലക്ഷം എന്നുള്ളതിന് അത് 25 ലക്ഷത്തിലേക്ക് മാറും, ഫൈനായിട്ട് വരും. അപ്പോ എങ്ങനെയും ഈ സാധനം ഉത്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി നിർമ്മാണ മേഖലയെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തന്നെ ഞങ്ങൾ വിവിധ ഗവൺമെന്റിന്റെ മിഷണറിയായിട്ട് ബന്ധപ്പെട്ട് വ്യവസായ ഡിപ്പാർട്ട്മെന്റാണ്, മൈനിങ് ആൻഡ് ജിയോളജി വ്യവസായ വകുപ്പിന്റെ കീഴിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി ഉണ്ടാക്കാം. തൽക്കാലം പഠിച്ചിട്ട് നിങ്ങൾക്ക് സമിതി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കി പ്രശ്നം അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ വിവിധ മീറ്റിങ്ങുകൾ എല്ലാ ജില്ലകളിലും, ഇതിപ്പം മെയിനായിട്ട് കണ്ണൂര്, കാസർഗോഡ്. വിഷയം സംബന്ധിച്ച് സർക്കാരിലേക്ക് നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചെങ്കിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഇവർ പറഞ്ഞു. 24 സെന്റുള്ള ചെങ്കൽ ക്വാറിക്ക് 75,000 രൂപ റോയൽറ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ 5 ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തി. പാരിസ്ഥിതിക അനുമതിയുടെ ചാർജും ഇതേ രീതിയിലാണ്. പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് അധികൃതർ ഏർപ്പെടുത്തിയ അനാവശ്യ കാലതാമസം ഈ മേഖലയിലെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതായി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെങ്കലിനെ കരിങ്കലിനെ പോലെ ഏർപ്പെടുത്തിയ ബൾക്ക് ഡെൻസിറ്റി തീർത്തും അശാസ്ത്രീയമാണെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പ്രശ്നപരിഹാരം നീളുകയാണെങ്കിൽ 30-ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തുമെന്ന് ഇവർ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ, ട്രഷറർ ഇ കെ അബ്ദു, ജില്ലാ പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി, ട്രഷറർ കെ അയ്യൂബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പൂഴ്ത്തറ എന്നിവർ സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.